കോഴിക്കോട് ബീച്ചിൽ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. ലൈറ്റ് ഹൌസിന് സമീപത്തെ കെട്ടിടത്തിൽ കയറിയായിരുന്നു ആത്മഹത്യാ ഭീഷണി. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, എന്താണെങ്കിലും അദ്ദേഹത്തെ തിരിച്ചിറക്കാൻ അനുനയിപ്പിക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷകരമായ കാര്യം. ഈ സംഭവങ്ങളൊക്കെ എപ്പോഴായിരുന്നു, എന്താണ് ഉണ്ടായത്, അദ്ദേഹത്തിന് ഈ ആത്മഹത്യാ ഭീഷണി മുടക്കാനിടയായ സാഹചര്യവും അതിനുശേഷം ഈ അനുനയത്തിന് ശേഷം അദ്ദേഹത്തെ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളതും അങ്ങനെയുള്ള വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അല്പസമയം മുമ്പാണ് നമ്മളിപ്പോഴുള്ള ഈ മർച്ചന്റ് നേവി ക്ലബിന് മുകളിലത്തെ നിലയിൽ കയറി യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഈ യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ഒരാൾ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നത്. ഏകദേശം അരമണിക്കൂറോളം നേരം ഇയാൾ കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും എത്തുകയും അയാളെ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുകളിൽ നിന്നും ഈ യുവാവിനെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. താഴെ ഇറക്കിയതിനു ശേഷം പോലീസും അതോടൊപ്പം തന്നെ ആ യുവാവിന്റെ മാതാവും എത്തിയതിനു ശേഷം ഇയാളെ അനുനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി ഇടപെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. സാർ, എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? യുവാവ് എന്ത് പറഞ്ഞിട്ടാണ് ഇതിന്റെ മുകളിൽ കയറിയത്? ഞങ്ങൾ പെട്രോളിംഗ് സമയത്ത് ബട്ട് റോഡ് വഴി പോകുമ്പോൾ അങ്ങനെയാണ് നാട്ടുകാർ ഇവനെ ഓടിച്ചു വിടുന്നത്. ഓടിച്ചു വിടുന്ന സമയത്ത് ഇവനെ ഓടി, ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടിയില്ല. ഇവനെ ഇങ്ങനെ ബീച്ച് ഭാഗത്തൂടെ ഓടി കയറി ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പോണ സമയത്ത് കുപ്പിച്ചിലുണ്ടായിരുന്നു കയ്യിൽ. അപ്പം ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി, വീടിന്റെ പുറത്ത് വെച്ച് പറഞ്ഞു നോക്കി, മോനെ ഇറങ്ങ്, പരിഹാരം ഉണ്ടാക്കാം, എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല. അവൻ ഭയങ്കര ടെൻഷനും പ്രഷറൊക്കെ കൂടി മുകളിൽ കയറി, കൂടെ കുപ്പിച്ചിലുണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഞങ്ങൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു, സൈഡിൽ കൂടി കയറി കുറെ സംസാരിച്ച്, 1 മണിക്കൂറിൻ്റെ സമയം സംസാരിച്ച് മോനെ പരിഹാരം ഉണ്ടാക്കുക, എന്തുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. ഈ പോലീസ് എത്തി, കേരള പോലീസ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റിയ ആൾക്കാർ. ഞാൻ സംസാരിച്ചപ്പോൾ അവൻ കുറേ സമ്മതിച്ചില്ല. അവൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മയുണ്ടായിരുന്നു സ്ഥലത്ത്. ഉമ്മ പോലും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറി സംസാരിച്ചപ്പോൾ ഓക്കെ ശരി, എനിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരിയാക്കാം, പ്രശ്നമാക്കണ്ട, പോലീസല്ലേ പറയണത്. ഇറക്കി ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഭീഷണിപ്പെടുത്താൻ ഇതുണ്ടല്ലോ ചെയ്യുന്നുള്ളത്, അത്രേ ചെയ്തിട്ടുള്ളൂ. വേറെ ശരി ബെൻസൺ, പ്രതികരണം എടുക്കുന്നത് തുടരുക. എന്താണെങ്കിലും ആശ്വാസകരമായ കാര്യമാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.